അങ്ങനെ ബിഗ് ബോസ് വീണ്ടും ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. മിഡ് വീക്ക് എവിക്ഷൻ ഇല്ല, പകരം മിഡ് വീക്ക് സസ്പെൻഷനാണ് അവിടെ നടക്കുന്നത്. അതായത് രണ്ടുപേര് സസ്പെൻഷൻ ചെയ്യും. അവരെ നമ്മുടെ എപ്പിസോഡിലോ ലൈവിലോ ജിയോ ഹോട്ട്സ്റ്റാറിലോ കാണിക്കുന്നതല്ല. അതാണ് സസ്പെൻഷൻ. അവിടെ ക്യാമറയോ വെളിച്ചമോ ഒന്നും ഉണ്ടാവില്ല. നിഗൂഢമായ ഒരു റൂമിലായിരിക്കും അവരുടെ വാസം ഇനി വേണ്ടത്. അത് ഒരു ത്യാഗമായി കണക്കാക്കാനാണ് നമ്മുടെ ബിഗ് ബോസ് പറയുന്നത്. ശരിക്കും ഗെയിം കളിച്ചില്ലെങ്കിൽ അത് ത്യാഗം. അതായത് ഈ സെലക്ട് ചെയ്ത 6 പേരുണ്ടല്ലോ, അവർക്ക് 500 പോയിൻ്റ് വീതം ഗെയിമിലേക്ക്, അതായത് പണിപ്പുരയിലേക്ക് കയറാനുള്ള പോയിൻ്റായിട്ട് കൊടുക്കും. നേരെ വണ്ണം കളിക്കാത്തവരിൽ നിന്ന് ആ 500 പോയിൻ്റ് എടുത്ത്, അതായത് ആ 2 പേരിൻ്റെയും കൂടെ 1000 പോയിൻ്റ് എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കും. അതാണ് ത്യാഗം. ആ പോയിൻ്റ് അവിടെ അവർക്കില്ല, ബാക്കി കണ്ടസ്റ്റൻസിന് അത് യൂസ് ചെയ്യാം. മറ്റ് 2 പേര് നിഗൂഢമായ റൂമിലേക്കും പോവും. അങ്ങനെയാണ് ഇത് ത്യാഗം. അപ്പോൾ ഇവിടെ ഗെയിം കളിക്കേണ്ടത് ഡയറക്റ്റായി ഇവർ ഇറങ്ങിയിട്ടില്ല. ഇവർക്ക് വേണ്ടി കളിക്കാനായി ഇവർ 2 പേരെ സെലക്ട് ചെയ്യണം. അവരാണ് ഇവർക്ക് വേണ്ടി ഗെയിം കളിക്കേണ്ടത്. അത് അവർക്ക് നന്നായി കളിക്കാം, അല്ലാതെ കളിക്കാം, അതെല്ലാം അവരുടെ മൈൻഡ് പോലെ ഇരിക്കും. അങ്ങനെ 2 പേര് സെലക്ട് ചെയ്തതാണ്. ആദ്യം തന്നെ രന ഫാത്തിമേനെ വന്ന് സെലക്ട് ചെയ്തത്. ആര്യനെയും ജിസേലിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വന്ന് ഷാരികയാണ്. ഷാരിക സെലക്ട് ചെയ്തത് ബിന്നി, ആദില, അഞ്ഞൂറ. അങ്ങനെ അവരെ സെലക്ട് ചെയ്താൽ 3 പേരാവുമല്ലോ എന്നായിരിക്കും വിചാരിച്ചത്. പക്ഷേ ബിഗ് ബോസ് എന്തെങ്കിലും ഒരു പണി കൊടുക്കാതിരിക്കില്ല. അടുത്തത് ഓണിയൽ വന്നു. ഷാനവാസിനെയും അക്ബറിനെയാണ് സെലക്ട് ചെയ്തത്. പിന്നെ അനീഷ് സെലക്ട് ചെയ്തതാണ് പറയേണ്ടത്. അപ്പാനി, ശരത്തിനെയും അലിമോളിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കളിക്കാനായിട്ട്. പിന്നെ സരിക വന്ന് അബി ആൻഡ് നിവീനെ സെലക്ട് ചെയ്തു. രേണു സുധി വന്ന് പിന്നെ ആളില്ല. അപ്പോൾ പിന്നെ ശൈത്യ, ബിൻസി എന്നിവരെയും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗെയിം എന്താണെന്ന് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ ലൈവിൽ എന്താ നടക്കണമെന്നാൽ എല്ലാവരുടെയും ബിഗ് ബോസ് മറ്റേ ലിവിങ് ഏരിയയ്ക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ റൂൾ പ്രകാരമല്ല ജിസേല് വസ്ത്രം ധരിക്കുന്നതെന്ന് നോക്കുന്നുണ്ടോ എന്ന് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് നോക്കുന്നുണ്ട്. എന്നിട്ട് ജിസേലിനോട് ചോദിച്ചു. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, എനിക്ക് ബിഗ് ബോസ് 2 ഡ്രസ്സ് തന്നു, അതിൽ കീറി ഒരെണ്ണം ഞാൻ അലക്കിയിട്ടിരിക്കണം. അതുകൊണ്ട് എനിക്ക് ലോഞ്ച് ടൈമിൽ തന്ന ബോഡി സ്യൂട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതെൻ്റെ ഡ്രസ്സിൻ്റെ അകത്തിടുന്ന സാധനമാണ്. ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് അതാണ് ഇട്ട് നടക്കുന്നത് എന്ന് ബിഗ് ബോസിനെ ക്യാമറയിൽ കാണിച്ചു എന്നും ജിസേൽ പറയുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനുമോൾ അപ്പുറത്തുനിന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഡ്രസ്സും ഒന്നും ഇങ്ങനെ കീറിയില്ലല്ലോ, ഇത് താൻ സ്വയം കീറിയതാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അനുമോൾ ചോദിക്കുന്നുണ്ട്. അനുമോളോട് പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്കും, നിൻ്റെ ഇങ്ങനെ പറയണ്ട നീ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ജിസേൽ. എനിക്കിങ്ങനെ ഡ്രസ്സ് ഇട്ട് നടക്കാൻ കോൺഫിഡൻസ് ഉണ്ട്, നിനക്കും അങ്ങനെ കോൺഫിഡൻസും ഗട്ട്സും ഉണ്ടെങ്കിൽ നീയും ഇതുപോലെയൊക്കെ ഇട്ട് നടന്നോ, ആർക്കാ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് അവിടെ ഭയങ്കര വഴക്കാവുന്നുണ്ട്. അനുമോള് വീണ്ടും വീണ്ടും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിസേൽ പോയി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഹൈറ്റും വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ കീറും, നിനക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നിൻ്റെ ഡ്രസ്സൊന്നും കീറാത്തത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കാവുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ബിന്നി പറയുന്നുണ്ട്, നിങ്ങളെ ആണെങ്കിൽ ഈ ഇന്നർ വെയർ ഇടാൻ ഗട്ട്സ് ഉള്ളവൾക്ക് ആ ഇന്നർ വെയറിൻ്റെ മേലെ ആ കീറിയ ഡ്രസ്സാണെങ്കിലും ഒന്ന് ഇട്ട് നടന്നൂടെ എന്നുള്ള രീതിയിലൊക്കെ ബിന്നി അവിടെ സംസാരിക്കുന്നുണ്ട്. ഭയങ്കര വഴക്കായിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ഈ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇടാൻ പാടില്ല, അത് ബിഗ് ബോസിന് തന്നെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ലോഞ്ചിൻ്റെ സമയത്ത് തന്ന എല്ലാം തിരിച്ചു തരേണ്ടതാണ് എന്ന് പറഞ്ഞ് മേടിക്കുന്നുണ്ട്. ഇത്രയും ഡ്രസ്സുകൾ എക്സ്ട്രാ ബിഗ് ബോസ് കൊടുക്കാത്തത് ജിസേലിൻ്റെ കയ്യിലുണ്ട്. അത് തിരിച്ച് കൊടുക്കുകയും ബിഗ് ബോസ് കൊടുക്കുന്ന ഏതാണോ ഡ്രസ്സ് അതാണ് ഇടേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അനുമോളിനെ പറഞ്ഞതിന് ഇപ്പോൾ ഹൈറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതിന് എല്ലാവരും പറയുന്നുണ്ട് അത് പറയാൻ പാടില്ല, അത് ഭയങ്കര റോങ് ആയ കാര്യമാണ്, ഹൈറ്റിൻ്റെയും നിറത്തിൻ്റെയും പേരിലൊന്നും ആരെയും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അനുമോൾ ബാത്റൂമിൻ്റെ സൈഡിൽ പോയി നിന്ന് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അനുമോൾ ഇപ്പോഴും വിട്ടിട്ടില്ല, ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതാണ് ലൈവ് അപ്ഡേറ്റ്.